നാട്ടുകാരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. അടിമുടി ദുരൂഹതയാണ് ഇക്കാര്യത്തിലുള്ളത്. എന്തായാലും അവർ കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെയാണ് ഈ ഒരു വീട് സെലക്ട് ചെയ്യുന്നതും അവിടെ വൈകുന്നേരങ്ങളിൽ മാത്രം എത്തുകയും ചെയ്തത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല നമുക്ക്. രാഹുൽ, ഈ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറഞ്ഞല്ലോ, അയാളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? അക്കാര്യത്തിൽ എന്തെങ്കിലും പുതിയ വിവരം ലഭിച്ചിട്ടുണ്ടോ? ജയലക്ഷ്മി, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് നിലവിൽ പറയാൻ കഴിയില്ല. രണ്ടുപേരാണ് ആ വീട്ടിൽ താമസക്കാരായി ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ഇതുവരെയായി നടക്കുന്ന പരിശോധനയിൽ രണ്ടാമത്തെയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വീടിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഉള്ളത്. ഇനി അയാൾ രാത്രി വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും ഉറപ്പില്ല. കാരണം നമ്മൾ ഈ നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ കേട്ടതാണ്, അയൽവാസികളുടെ പ്രതികരണങ്ങളൊക്കെ കേട്ടതാണ്. അങ്ങനെ എപ്പോഴും അവിടെ ഉണ്ടാകാറുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏതായാലും സംശയമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അല്ലെങ്കിൽ പരിശോധന നടക്കുന്നു എന്നാണ് നമുക്ക് നിലവിൽ പറയാൻ കഴിയുക. അതിനടിയിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഉടനെ പുറത്തെടുക്കാൻ കഴിയും എന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടിൻ്റെ നാശനഷ്ടമുണ്ടായ കാഴ്ചകളാണ്. വീടിൻ്റെ 2 ജനൽ ചില്ലുകളും തകർന്നു പോയിരിക്കുകയാണ്. പൂർണ്ണമായും തന്നെ അത്രയും ഉഗ്രശേഷിയുള്ള ഒരു സ്ഫോടനമാണ് നടന്നിട്ടുള്ളത്. സമീപത്തുള്ള വീടുകൾക്ക് സാരമായും ഒപ്പം തന്നെ വലിയ രീതിയിലുമൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്.